ജോർജ് ജോസഫ് ഈ രാത്രി തന്നെ പന്തീരാങ്കാവിലെ ബ്രോക്കർ പണിയാണ് പോലീസ് പണി. ബ്രോക്കർ പണിക്ക് വേണ്ടിയാണ് ഈ കാക്കിയിട്ടിരിക്കുന്ന തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആ മഹാന്മാർക്ക് ഒരു തിരുത്തലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പോൾ സുപ്രീം കോടതി 498 അത്ര പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് പോലീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 307 ആ കൊച്ചിൻ്റെ കഴുത്തിലെ വയറിട്ട് പിടിച്ച് കൊല്ലാൻ അപ്പോൾ 307 കൃത്യമായിട്ട് ഇടണം. അത് ആരോ ആയിക്കോട്ടെ, അങ്ങനെ പോലീസ് ഒരു നടപടി സ്വീകരിച്ചത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഉത്രയുടെ അവസാനം അഞ്ചലിലെ ഉത്ര ശ്രീധരൻ 10 ലക്ഷം രൂപയും ഒരു കാറും 100 പവനും കൊടുത്ത് മാസ ചെലവിന് 8000 രൂപ ആ വീട്ടുകാർ കൊടുത്ത് അവസാനം ഒരു ഹോമിസൈഡ് സ്നേക്ക് ബൈറ്റിൽ അവസാനിച്ച ആ കൊച്ചിൻ്റെ ജീവിതം. ഇനിയുണ്ട് നമുക്ക് വിസ്മയ കേസ്. നമുക്കതറിയാം, വിസ്മയുടെ ആ ഇൻസ്പെക്ടർ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം പണം മോഹിച്ചാണ് ഈ വരുന്നത് മുഴുവൻ. മിക്കവാറും എല്ലാവരും ഡ്രഗ്സിന് അടിമയാണ്. അതുകൊണ്ട് ഏതായാലും ആ മാതാവിനെ ഞാൻ വളരെയധികം പോഴ്ത്തുന്നു. കാരണം ആ കൊച്ചിനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നു. അതേസമയത്ത് ദിൽഷാദിന് അത് സാധിച്ചുമില്ല എന്നുള്ളതാണ്. ആ വിസ്മയക്കും സാധിച്ചില്ല, ഉത്രയിലും മാതാപിതാക്കും സാധിച്ചില്ല. അപ്പം നമുക്ക് മാറി ചിന്തിക്കണം. പോലീസ് ഉദ്യോഗസ്ഥർ ഇനി ശ്രദ്ധിക്കണം കൂടുതൽ. 498 ബലം കുറഞ്ഞെങ്കിൽ നിങ്ങൾ ആ കുട്ടിയുടെ ദേഹത്തേൽപ്പിച്ച 323, 324, 307 ഇടണം. കൊല്ലാനുള്ള ശ്രമം അല്ലേ 308. ആദ്യം പറഞ്ഞ പോലെ 308 ഇട്. നിങ്ങൾ നീതി നടപ്പാക്കാൻ ശ്രമിക്കുക. കേരളത്തിലെ പോലീസിന് എപ്പം അടുത്ത കാലത്ത് വളരെയധികം നല്ല ഡിറ്റക്ഷനൊക്കെ വന്നുകൊണ്ട് നല്ല പേരും അതില്ലാതാക്കരുത്. നടപടി കൃത്യമായിരിക്കണം. ഏത് വലിയ കുലകൊമ്പനായിക്കോട്ടെ, നമ്മൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും പോലീസ് ഉദ്യോഗസ്ഥനില്ല. നിങ്ങൾ മുമ്പിൽ ഒരാൾ വന്ന് കുറ്റം പറഞ്ഞാൽ, ഒരാൾ വന്ന് ഒരു കോഗ്നിസബിൾ ഒഫൻസ് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കേസെടുത്ത് അവരോട് നീതി പ്രകടിപ്പിക്കുക. സംസാരിക്കുന്ന രീതി മാറണം പോലീസിൻ്റെ. നമുക്ക് പല സ്ഥലത്തും കാണും. എല്ലാ കേസിനകത്തും നമ്മൾ ഇതുപോലെ സംഭവിച്ച എല്ലാ കേസിലും നമ്മളിത് കാണുന്നുണ്ട്. ദയവ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ചിന്താഗതി മാറണം. അവർ പരിക്കേറ്റ് വരുന്ന ആരായാലും ശരി, അവർക്ക് നല്ല റിസപ്ഷൻ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, അവർ വന്ന് ഇരിക്കട്ടെ. പ്രതിയെന്ന് സംശയിക്കുന്നതിനെ നിർത്തിക്കോ. കാരണം ഇയാൾക്ക് അവിടെ VIP ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും നല്ലതല്ല. പൊതുജനങ്ങൾ ഇത് അംഗീകരിക്കത്തില്ല. ചാനലും പത്രക്കാരും ഇത് അംഗീകരിക്കത്തില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ പെരുമാറ്റം മാറണം. നിങ്ങൾ വേദന അനുഭവിച്ച് വരുന്നവരുടെ കൂടെ നിൽക്കാൻ പഠിക്കുക. ആരോ ആയിക്കോട്ടെ. അതാണ് കേരള പോലീസ് ചെയ്യേണ്ടത്. കാത്തിരുന്ന് കാണാം. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.